നമസ്തേ. പുനർജനി ആയുർവേദ കോളേജിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ ഒരു ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ, ഒട്ടുമിക്ക ആൾക്കാർ ഫേസ് ചെയ്യുന്നതും എന്നാൽ അതെന്തുകൊണ്ടാണ് വരുന്നത് എന്ന കാരണം കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടുന്നതുമായിട്ടുള്ള ഒരു രോഗത്തിന്റെ ലക്ഷണങ്ങളും അതിന് ആയുർവേദത്തിൽ ഏതൊക്കെ ചികിത്സാ രീതികളാണ് നമ്മൾ നൽകുന്നത്, എത്രത്തോളം നമുക്ക് അത് മാറ്റാൻ സാധിക്കും എന്നതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കംപ്ലീറ്റ് ആയിട്ട് കാണുക. എന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് അത് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. വളരെ ലളിതമായിട്ട് തന്നെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് അലർജിയെ കുറിച്ചിട്ടാണ്. എന്താണ് അലർജി? അലർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിവിധ രീതിയിൽ ഉണ്ടാവാറുണ്ട് അല്ലേ. നമുക്ക് ജനറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, വളരെ സിമ്പിളായിട്ട് ക്യൂർ ചെയ്യുന്നതും എന്നാൽ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് തന്നെ അത് ക്യൂർ ചെയ്യാൻ പറ്റാത്തതുമായിട്ട് പലരും പല രീതിയിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നതും ഇതൊരിക്കലും മാറ്റാൻ പറ്റത്തില്ല, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ, എന്ത് ഫുഡ് കഴിച്ചാലും പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ എനിക്ക് തോന്നാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെ വിഷമത്തോട് കൂടിയിട്ട് ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അലർജി. എന്തുകൊണ്ടാണ്? നമുക്ക് പല ഫുഡുകളും ഇഷ്ടമാണ്. ഈ അലർജി പ്രോബ്ലംസ് വന്നിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഫുഡുകളും നമുക്ക് വളരെ ഇഷ്ടമുള്ള ഫുഡുകൾ തന്നെ നമ്മളൊന്ന് മാറ്റി വയ്ക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അത് പല രീതിയിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കും ഒക്കെ കാരണമാകുന്നുണ്ട്. സിവിയാരിറ്റി വളരെ അധികമായിട്ടുള്ള കണ്ടീഷൻസ് വരെ നമ്മൾ കാണാറുണ്ട്. ചില രീതിയിൽ നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റുന്നത് തുമ്മൽ, അതേപോലെ കണ്ണുകൾ ചുവപ്പ് അനുഭവം, കാലാവസ്ഥാ വ്യതിയാനങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ നമ്മൾ മേത്ത് അല്ലെങ്കിൽ തലയിൽ ഒരു മഴത്തുള്ളി വീണിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തുമ്മലുണ്ടാവുക, കണ്ണും മുഖമൊക്കെ പെട്ടെന്ന് ചുവക്കുക, ചെവിയിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക, ഉള്ളം കയ്യിൽ ഉള്ളം കാലിൽ. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന അലർജി എന്ന് പറയുന്നത് A2P അലർജി തന്നെയാണ്. അത് നമുക്ക് ജനറ്റിക് ആയിട്ട് വരുന്നതാണ്. നമുക്ക് പാരമ്പര്യമായിട്ട് ചില കാര്യങ്ങൾ കിട്ടാറുണ്ട്. ഇപ്പോൾ ഒരു ആസ്മയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും പാരമ്പര്യമായിട്ട് ആസ്മയുണ്ടോ എന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് തന്നെ അന്വേഷിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരു ഡോക്ടറുടെ ഹിസ്റ്ററി എടുക്കുകയാണ്, എങ്ങനെയാണ് ഈ ഒരു രോഗം നമ്മളിലേക്ക് എത്തുന്നത്, അതിന് ഏതൊക്കെ രീതിയിലുള്ള മെഡിസിൻസ് ആണ് നൽകേണ്ടത്. പ്രത്യേകിച്ച് ആയുർവേദത്തിൽ പല രീതിയിലുള്ള ശോധനക്രിയകൾ നൽകാറുണ്ട്. ശോധനക്രിയ എന്ന് പറഞ്ഞാൽ പഞ്ചകർമ്മ ട്രീറ്റ്മെന്റ്സ് ആണ്. കറക്റ്റായിട്ടുള്ള കാരണങ്ങൾ സഹിതം, അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു അസുഖം വരുന്നത് എന്നുള്ള കാരണം കണ്ടുപിടിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് ഈ കാരണങ്ങളെ ഒഴിവാക്കുക എന്നതാണ് ഒരു 50% ഇങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള ഏറ്റവും നല്ല പ്രതിവിധി എന്ന് തന്നെ നമുക്ക് പറയാം. നമുക്ക് ഭക്ഷണത്തിൽ നിന്നും അല്ലാതെ പുറമേ നിന്നുമുള്ള ഒരു എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് തന്നെയാണ് ഒരു രീതിയിലുള്ള അലർജിക്ക് കാരണം. ആ ഒരു കാരണങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ട് അത് ഒഴിവാക്കുകയാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് പറയാം, നമ്മൾ ഒരു പേഴ്സ് എവിടെയെങ്കിലും വെച്ചിട്ട് മറന്നു വെച്ചു, നമ്മുടെ മൊബൈൽ ഫോണ് മറന്നു വെച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ ആദ്യം മുതൽ, അന്നത്തെ ആ ഒരു ദിവസം ആദ്യം മുതൽ നമ്മൾ എവിടെയൊക്കെ പോയി, എന്തൊക്കെ സംഭവിച്ചു, ഏതൊക്കെ ഷോപ്പിൽ കയറി, നമ്മൾ എന്താണ് വാങ്ങിയത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മുടെ മൈൻഡിലൂടെ നമ്മളൊന്ന് ആലോചിച്ചിട്ട് നോക്കും അല്ലെ. എവിടെയായിരിക്കും ആ പേഴ്സ് വെച്ചിട്ടുണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. എന്ന് പറയുമ്പോൾ തന്നെയാണ് ഈ അലർജി വരുന്ന സമയത്ത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക, ഞാൻ ഇന്ന് എന്തൊക്കെ ഫുഡുകളാണ് കഴിച്ചത്, ആ ഒരു ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടായോ, പുറത്തുനിന്ന് ഫുഡ് കഴിച്ചോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ നമ്മളെ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. ഇത് പറയാൻ കാരണം ഫുഡിൽ നിന്നും പല രീതിയിലുള്ള അലർജികൾ നമുക്ക് വരാറുണ്ട്. അത് ചൊറിച്ചിലാണ് അനുഭവപ്പെടുക, സ്കിന്നിന് ദേഹമാസകലം ചൊറിച്ചിലുകൾ ഉണ്ടാവാറുണ്ട്. അതൊക്കെ നമ്മൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ചില ഫുഡിന്റെ രീതികൾ മാറ്റുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ നിന്നും മാറ്റങ്ങൾ നമുക്ക് തന്നെ പഠിച്ചിട്ട് മാറ്റങ്ങൾ കൊണ്ടുവരാം. ഏതൊക്കെ ഫുഡ് കഴിക്കുമ്പോഴാണ് എനിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് എന്നത് നമ്മൾ തന്നെ ഒന്ന് വിലയിരുത്തി നോക്കുക. ചിലർക്ക് ദേഹമാസകലം അസഹനീയമായ ചൊറിച്ചിൽ അനുഭവപ്പെടാറുണ്ട്. അപ്പോൾ നമ്മൾ പറയാറുള്ളത് ഡയറി ഉൽപ്പന്നങ്ങൾ, അത് പ്രത്യേകിച്ച് പാല്, തൈര്, ഇങ്ങനത്തെ സാധനങ്ങൾ ഒഴിവാക്കുക. പശുവിൻ്റെ പാലാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കോഴിമുട്ട ഒഴിവാക്കുക, അതേപോലെ ബീഫ് ഒഴിവാക്കുക. ഇതൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഭക്ഷണ പദാർത്ഥങ്ങളായിരിക്കാം. പക്ഷെ കുറച്ച് സമയത്തേക്ക് നമ്മൾ ആയുർവേദ മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, പഥ്യക്രമങ്ങൾ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ദിനചര്യകൾ, ഋതുചര്യകൾ, ഇതൊക്കെ ആയുർവേദത്തിൽ വളരെയധികം പ്രാധാന്യം നൽകുന്നതാണ്. പല അസുഖത്തിൽ നിന്നും നമുക്ക് ഒരു സൊല്യൂഷൻ തന്നെയാണ് ഈ ദിനചര്യകൾ കറക്റ്റായിട്ട് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ. ഇനി ആസ്മ എന്ന് പറയുന്നത് ഒരു അലർജിയാണ്.
എക്സിമ, തുമ്മല്, മൂക്കൊലിപ്പ്, ഇതൊക്കെ ഈ ഒരു A2P അലർജിയിൽ പെടുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ നമുക്ക് മാറ്റാനായിട്ട് വളരെ പെട്ടെന്ന് തന്നെ സാധിക്കും. ഇതിനൊക്കെയുള്ള ചികിത്സാ രീതികളാണ് ആയുർവേദത്തിലെ ശോധനക്രിയ എന്ന് പറയുന്നത്. ഇപ്പം ആസ്മ കൂടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നസ്യം പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, അതേപോലെ വമനം ചെയ്യാം. വിരേചനവും മാറ്റി നിർത്താൻ പറ്റുന്ന ഒന്നല്ല. അപ്പം എന്താണ് നസ്യം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ മൂക്കിൽ മരുന്ന് ഒഴിച്ചിട്ട് ആ ഒരു പാസേജ് അല്ലെങ്കിൽ നൈസൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയാം. നമുക്കത് ഒരു ക്ലെൻസിങ് പർപ്പസ് ആണ്. ആ ഒരു ഏരിയ നമ്മൾ വളരെ വ്യക്തമായിട്ട് ക്ലിയർ ചെയ്യുന്നതാണ്. ബോഡിയിൽ വരുന്ന ക്ലെൻസിങ് പർപ്പസസിനാണ് നമ്മൾ ഈ ശോധനക്രിയകൾ എന്നൊക്കെ പറയാറ്. അടുത്തത് വമനമാണ്. വമനം എന്ന് പറഞ്ഞാൽ ഛർദ്ദിപ്പിക്കുന്ന രീതിയാണ്. ഇനി വിരേചനം എന്ന് പറഞ്ഞാൽ ലൂസ് മോഷൻ പർപ്പസാണ്. ഇതൊക്കെ വളരെ കറക്റ്റായിട്ട് നമ്മളൊരു ഡോക്ടറെ കണ്ട് അവരുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യേണ്ടുന്ന ട്രീറ്റ്മെൻറ്റ്സ് ആണ് കേട്ടോ. ചിലർക്ക് ലക്ഷണങ്ങളൊന്നും തന്നെ ഉണ്ടാവത്തില്ല. ചിലപ്പോൾ ചില വയറുവേദനയായിരിക്കാം, ദഹന പ്രശ്നങ്ങളായിരിക്കാം. പ്രത്യേകിച്ച് പീനട്ട് പോലുള്ള ഫുഡുകൾ, പീനട്ട് പോലുള്ള നട്ട്സ്, വാൾനട്ട്, കാഷ്യൂനട്ട് ഇങ്ങനത്തെയൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള വയറുവേദന ഉണ്ടാവാറുണ്ട്, ദഹന പ്രശ്നങ്ങൾ വരാറുണ്ട്. അത് ദഹിക്കാൻ കുറേ സമയം എടുക്കാറുണ്ട്. അതുമൂലം സ്കിന്നിൽ ചില പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇതൊക്കെ ഒരു അലർജി പ്രോബ്ലമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഫുഡുകൾ ഒഴിവാക്കുകയാണ് ഫസ്റ്റ് ചെയ്യേണ്ട ഒരു രീതി. ഇനി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ബോഡിയിൽ മൊത്തത്തിൽ ഉണ്ടാവുന്ന ചൊറിച്ചിൽ, ഇതിന് ഏറ്റവും നല്ല പ്രതിവിധി എന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ ഫുഡിൻ്റെ ഏത് ഫുഡാണ് കഴിക്കുന്നത് എന്നുള്ളത് നമ്മൾ തന്നെ നമ്മളെ മനസ്സിലാക്കിയിട്ട് നമ്മുടെ മെനു നമ്മൾ ചേഞ്ച് ചെയ്യുക. നല്ലൊരു ഡോക്ടറെ കണ്ടിട്ട് ചില ബ്ലഡ് റിസൾട്ടുകൾ എടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു ബ്ലഡ് റിസൾട്ട് എടുത്തിട്ട് എന്താണ് കാരണം എന്ന് കണ്ടുപിടിച്ചിട്ട് ഫസ്റ്റ് നമ്മൾ ആ കാരണത്തെ അങ്ങ് മാറ്റി നിർത്തിയേക്കുക. പിന്നെ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് കഴിക്കുന്ന സമയത്ത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് കുറച്ച് ദിവസം മെഡിസിൻ കഴിച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങൾ കഴിക്കും. ആയുർവേദത്തിൽ ചെയ്യേണ്ടത് പഥ്യം എന്ന് പറയുന്നത് വളരെ കറക്റ്റായിട്ടും നമ്മൾ നിർബന്ധത്തോടു കൂടി തന്നെ മുമ്പോട്ട് കൊണ്ടുപോയാലാണ് നമ്മൾ കഴിക്കുന്ന മെഡിസിൻസിൻ്റെ റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ ഒരുപക്ഷെ അതിനേക്കാൾ ഫാസ്റ്റായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ. അതിലെ പഥ്യക്രമങ്ങൾ, ദിനചര്യകൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഒന്ന് മാറ്റുക. നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഭക്ഷണ രീതികൾ നമ്മൾ കുറച്ച് സമയത്തേക്ക് ഒന്ന് മാറ്റി നിർത്തുക. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ കാലവും മാറ്റി നിർത്തണം എന്നല്ല പറയുന്നത്. നമ്മുടെ ബുദ്ധിമുട്ടുകൾ മാറുന്നത് വരേക്കും ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഭക്ഷണക്രമങ്ങൾ മാറ്റി നിർത്തിയാൽ നമുക്ക് നല്ലതായിട്ട് ലൈഫ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് തന്നെ സാധിക്കും. ഏറ്റവും ഒരു കാര്യം, ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ മെൻ്റലി ഭയങ്കര ഡൗൺ ആവും അല്ലേ. നമുക്കിഷ്ടമുള്ള ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. എവിടെയെങ്കിലും ഒരു ഫംഗ്ഷന് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടമുള്ള വിഭവങ്ങൾ ഉണ്ടാവും, അതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റില്ല. ഇതിൽ നിന്നൊക്കെ മാറണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. താങ്ക്